ക്രിസ്തുവിൽ പ്രിയരെ, ആത്മീയത എന്നാൽ ജീവിതത്തെ സംബന്ധിച്ചുള്ള സമഗ്രമായ വളർച്ചയും വിശുദ്ധിയുമാണ്. ദേവാലയത്തിൽ നിന്നാണ് ആത്മീയത ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഫരിസേയരെയും നിയമജ്ഞരെയും വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. യേശു അവരെ വിമർശിക്കാൻ കാരണം അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ അന്തരമുണ്ടായതുകൊണ്ടാണ്. അവർ മറ്റുള്ളവരെ ഉപദേശിക്കുകയും എന്നാൽ സ്വന്തം ജീവിതത്തിൽ അവർ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നില്ല. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആയതിനാൽ അവർക്ക് ആത്മീയമായ ഒരു വളർച്ച നേടാൻ സാധിക്കുകയില്ല. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം ഇവ ഒരിക്കലും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതല്ല. ആയതിനാൽ ഈ തപസ്സുകാലത്ത് ഫരിസേയ മനോഭാവം വെടിഞ്ഞ് ആത്മീയതയിലേക്ക് വളരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.